ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഒരു മത്തി പീര ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇത്: ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. ഇത്രയും കൂടെ ഞാൻ ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ചട്ടിക്കകത്ത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കുവാണേ. അതുപോലെ തന്നെ ഇത് മുളക് ചതച്ചതാണ്, വറ്റൽ മുളക് ചതച്ചതും മഞ്ഞളും അല്പം മല്ലിപ്പൊടിയും കൂടെയാണ്. അതുപോലെ തന്നെ തേങ്ങ, ഇതൊരു മുറി തേങ്ങയാണ്. അത് ചതച്ചിട്ടൊന്നുമില്ലല്ലോ? ഇല്ല, ചതയ്ക്കാതെ വെച്ചിരിക്കുന്നതാണ്. പിന്നെ കുടംപുളി, നമുക്ക് പുളിക്കാൻ ആവശ്യമില്ല. പുളി എനിക്ക് ഇച്ചിരി പുളി മുന്നോട്ട് വേണം. പിന്നെ ഉപ്പ്, ഇതൊന്ന് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. കുറച്ച് വെള്ളം. ഇതിനധികം വേവില്ലല്ലോ ഈ മത്തിയൊക്കെ ആകുമ്പോൾ. കുഞ്ഞു മത്തി, 1/2 കിലോ മത്തിയേ ഉള്ളേ. എന്നാലും ശകലം കൂടെ വെള്ളം വേണം. മത്തി ഇട്ട് കൊടുക്കുവാണ്. നല്ല മത്തിയാണ്, നല്ല മത്തിയുമാണ്. നിറച്ച് പലിഞ്ഞീനും ഉണ്ട്. ആ പലിഞ്ഞീനും കൂടെ ഇതിൻ്റെ കൂടെ ഇടുവാണ്. മത്തി ഒരുപാട് നാളായിട്ട് വാങ്ങിക്കാതിരുന്നിട്ട് വാങ്ങിച്ചത്. എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള മീനാണ് മത്തി. അതൊന്ന് തിരുമ്മി കൊടുക്കണോ? ഇതിങ്ങനെ, പിന്നെ അല്ലാതെ അതൊന്നും ഇതാകണ്ടേ. എല്ലാം കൂടെ യോജിച്ചിട്ട് അടുപ്പ വെച്ച് വേവിക്കാം. ഓക്കെ അല്ലേ കൂട്ടുകാരെ? ഗ്യാസ് കത്തിച്ചു. നമ്മുടെ മീൻ പീരയ്ക്കുള്ളത് ചട്ടിയോടുകൂടി അടുപ്പത്ത് വെച്ചു. ഇനി അതൊന്ന് മൂടി വെച്ച് വേവിക്കാം. മൂടി വെക്കാം. തിള വരട്ടെ. വശാലും തിളച്ച് കഴിഞ്ഞാൽ തവി ഇടരുത്, തവി ഇട്ട് ഇളക്കരുത്. അതിന് മത്തിയല്ലേ, അത് ആണെങ്കിൽ ചെറിയ മത്തിയും കൂടെ അല്ലേ, നമുക്ക് തട പിടിച്ചിട്ട് ചുറ്റിച്ച് വെക്കുകയേ ചെയ്യാവുള്ളൂ. കൂട്ടുകാരെ, നമ്മുടെ അടപ്പൊന്ന് എടുത്ത് നോക്കാവേ. മത്തിപ്പീര എന്തായെന്ന് നോക്കാം. എല്ലാം നല്ലപോലെ പറ്റി വന്നിട്ടുണ്ട്. ഞാൻ ഈ മത്തിക്കുട്ടന്മാരെ ഒന്ന് കറക്കി കൊടുക്കട്ടെ. കണ്ടോ, പറ്റിയിട്ടുണ്ട്. ഇനി ചട്ടിക്കകത്തിരുന്ന് തന്നെ പറ്റിക്കോളൂ. ഇത്രയും സമയം എടുത്തോളൂ. കണ്ടോ, പെട്ടെന്നായി. ഇനി ഇതിനകത്ത് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ശകലം കരിവേപ്പില അതിൻ്റെ മുകളിലോട്ട് ഇടുക. ഞാനേ വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ലേ. നേരത്തെ വെളിച്ചെണ്ണ ഒഴിച്ചത് കാരണമാണ് വെളിച്ചെണ്ണ ഒഴിക്കാത്ത. കണ്ടോ കൂട്ടുകാരെ, ഇവിടെ ഭയങ്കര മഴയാണ്. കാറ്റ് കഴിഞ്ഞിട്ട് മഴയാണ്. ഇപ്പം 2 ദിവസം മഴ പെയ്യാതിരുന്നിട്ട് ഇപ്പം മഴ പെയ്യും. ഇപ്പം എന്തേ മഴ പെയ്യുന്നു. ഞാൻ പോയിട്ടില്ല എന്നറിയിക്കാൻ. ഇപ്പോൾ നമ്മുടെ മത്തിപ്പീര എല്ലാം ഇവിടെ റെഡിയായി. ഉപ്പും പുളിയൊക്കെ ഞാൻ നോക്കി, എല്ലാം മതിയായിരുന്നേ. ഇതാക്കി കൊടുത്തായിരുന്നു അല്ലേ? നീ ഒന്ന് നോക്കിയാലേ. വെച്ചിട്ട് അങ്ങ് പോയേക്കരുത് കേട്ടോ. മതി, എല്ലാം മതിയായില്ലേ? സൂപ്പർ അല്ലേ? അതെ, നമ്മളെ ഇടയ്ക്കൊന്ന് നോക്കണം. നമ്മൾ നോക്കി, അതിപ്പോൾ നിങ്ങളെ കാണിച്ചില്ല എന്നേ ഉള്ളൂ. വിഷ്ണുവിടെ ഇച്ചിരി വഴക്കായിരുന്നു. അത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കറണ്ട് പോകുന്നുണ്ടായിരുന്നു. അത് കാരണം അത് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല കുഞ്ഞു മത്തിയൊക്കെ കിട്ടുവാണെങ്കിൽ ഇതുപോലെ പീര ഉണ്ടാക്കാനായിട്ട് നല്ലതാണ്.
അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നിങ്ങൾ ആ മുന്നോട്ട് കൊണ്ടുപോകണ്ട കേട്ടോ കൂട്ടുകാരെ. അതെ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.